ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർജുൻ നന്ദനി വ്ളോഗ്സ്. ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാമ്പാർ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എന്താ ഇത്ര പ്രത്യേകതയെന്ന്. പക്ഷേ അങ്ങനെയല്ല. സാമ്പാർ ഓരോ ആൾക്കാരും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കുന്നത്. സാമ്പാർ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് കഴുകി വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വേകാനായിട്ട് അടച്ച് വെച്ചങ്ങ് കൊടുത്തു. സാമ്പാർ പരിപ്പ് നന്നായിട്ട് തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറികൾ 3 സെക്ഷനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഒരുപാട് വേകാൻ സമയം എടുക്കുന്ന പച്ചക്കറിയൊക്കെ ആദ്യം ഇട്ട് കൊടുത്തത്. അതായത് ക്യാരറ്റും അമരക്കയുമാണ് ആദ്യം ഇട്ടത്. അപ്പോൾ അതൊന്ന് വെന്ത് വന്നതിന് ശേഷം അടുത്ത സെക്ഷൻ പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം വേവുള്ള പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, മത്തങ്ങ, സവാളയും ഇത്രയാണ് രണ്ടാമത് ചേർത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ വെള്ളരിക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളരിക്കയും അടുത്ത് ചേർക്കാൻ പോവുകയാണ്. വെള്ളരിക്കയും കൂടെ ചേർത്തു. അപ്പോൾ ഈ പച്ചക്കറികൾ വേകുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. രണ്ടാമത്തെ സെക്ഷൻ പച്ചക്കറികൾ വന്നതിന് ശേഷം മൂന്നാമത്തെ സെക്ഷൻ പച്ചക്കറികൾ ഇട്ട് കൊടുക്കണം. അതായത് പെട്ടെന്ന് വേകുന്ന പച്ചക്കറികൾ അത് ഇട്ട് കൊടുത്തു. അവസാനം ഇട്ട പച്ചക്കറികൾ തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആ കൂട്ടത്തിലൊക്കെ ചേർത്തു. അപ്പോൾ എല്ലാ പച്ചക്കറികളും ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ സാമ്പാർ അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവസാനം കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് എല്ലാ പച്ചക്കറിയിലും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചു. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്നു. വേകുന്ന നേരത്ത് നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് റെഡിയാക്കാം. പുളിവെള്ളം റെഡിയായി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, ഉള്ളി ഇത്രയിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അരപ്പിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കരിഞ്ഞു പോവാത്ത രീതിയിൽ ചെറിയ തീയാണ്. മുളക് പൊടി ഇട്ട് നന്നായിട്ട് അതൊന്ന് കരിയാതെ ഇളക്കി കൊടുത്ത് അടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അടുത്ത് ഉലുവാപ്പൊടിയാണ് ഇടാൻ പോണത്. ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി അരപ്പ് റെഡിയാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പുളിവെള്ളം ചേർത്തു. എന്നിട്ട് അരപ്പ് നന്നായിട്ട് കലക്കി ഒന്ന് പുളിവെള്ളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നതൊന്ന് ഇളക്കി ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ സാമ്പാർ പച്ചക്കറികളൊക്കെ വെന്തുകൊണ്ടിരിക്കുന്ന സാമ്പാറിലോട്ട് ഈ അരപ്പങ്ങ് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്നത്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ഗുണം എന്തെന്നാൽ പച്ചക്കറികളങ്ങ് വെന്ത് ഉടഞ്ഞു പോകത്തില്ല. എന്നാൽ നല്ല ടേസ്റ്റുമായിരിക്കും. എല്ലാ പച്ചക്കറികളും നമുക്ക് എടുത്ത് കഴിക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതി ആയതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അരപ്പും കൂടെ കലക്കി അങ്ങ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് കലക്കി അരപ്പൊക്കെ എല്ലാ പച്ചക്കറിയിലാവുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സെറ്റാവുന്നത് വരെ തിളപ്പിക്കുന്നത്. സാമ്പാർ റെഡിയായി. അടിപൊളി സാമ്പാറായിട്ടുണ്ട്. സാമ്പാർ റെഡിയായി. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെനിക്ക്
നല്ല ഇഷ്ടമാണ് ഈ സാമ്പാർ. അടുത്തത് ദോശ ചുട്ട് നമുക്ക് സാമ്പാറുമായിട്ട് കഴിക്കാം. ദോശ ചുടുകയാണ്. സാമ്പാർ ചെറിയ പാത്രത്തിലേക്ക് ആവശ്യത്തിന് കോരി മാറ്റുന്നുണ്ട്. ദോശയും സാമ്പാറും കൂടെ അങ്ങ് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള അടിപൊളി സാമ്പാറാണ് കേട്ടോ.